നമുക്കിതൊരു അടിപൊളി കേരള ചിക്കൻ കറി റെസിപ്പി കണ്ടാലോ? ആദ്യം തന്നെ നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തൊന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ആ ചട്ടി തന്നെയാണ് വെളുത്തുള്ളി, ഇഞ്ചി, സവാള അങ്ങനെ എല്ലാ കാര്യങ്ങളിട്ട് നമ്മളൊന്ന് വഴറ്റി കൊടുക്കുന്നത്. സവാള ഇങ്ങനെ നല്ല രീതിക്ക് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്കിനി കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതൽ ചേർക്കാം. അപ്പൊ നമുക്കിതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളി ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടതായിട്ടുള്ള എല്ലാ പൊടികളും നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഗ്രേവി വഴറ്റാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു ചട്ടിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ചിക്കൻ വലിയ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ ഗ്രേവി അതിലേക്ക് ഫുൾ ഇട്ടിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ ഉപ്പിടുന്നത് കാണിക്കുന്നില്ല. നമ്മൾ നേരത്തെ ഗ്രേവി ഉണ്ടാക്കിയ ചട്ടി ഉണ്ടായിരുന്നല്ലോ, ആ ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഉപ്പ് കലക്കിയിട്ടാണ് ഞാൻ ദേ ഈ ഗ്രേവി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കനിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ തനി നാടൻ ചിക്കൻ കറി ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കുറുകിയ ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഇത്. നമ്മളിത് ലാസ്റ്റ് ഇത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇതിൽ കാണിച്ചിട്ടില്ല. പച്ച വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് കറിവേപ്പില ഒഴിച്ച് നമ്മളൊന്ന് ചുറ്റിച്ച് നമ്മളൊരു 10 മിനിറ്റ് അടച്ച് വെക്കുന്നുണ്ട്. അതൊന്ന് അടച്ച് വെച്ച് തുറന്ന് കഴിയുമ്പോഴേക്കും നല്ല കുറുകിയ ഒരു ചിക്കൻ കറിയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സിമ്പിൾ ചിക്കൻ കറിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ.